തമിഴരസൻ പച്ചമുത്ത് സംവിധാനം ചെയ്തിട്ടുള്ള തമിഴ് സിനിമയായിട്ടുള്ള ലബ്ബർ പന്ത്. അത് വളരെ എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫണ്ടമെൻ്റലി അതൊരു സ്പോർട്സ് ഡ്രാമയാണെങ്കിലും അതിന് വേറെ പല ലെയേഴ്സും ആഡ് ചെയ്യാൻ അവർക്ക് നല്ല രീതിയിൽ സാധിച്ചിട്ടുണ്ട്. ഞാൻ ഈ പറയുന്ന പല ലെയറുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ളത് ഒരു ഈഗോ ഡ്രിവൺ ആയിട്ടുള്ള ലെയറാണ്. രണ്ട് മെയിൻ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഒരു ഈഗോ ഫൈറ്റ്. പക്ഷേ ഈ ഒരു ഈഗോ ഫൈറ്റിൻ്റെ ചുറ്റിലും ഒരു റിലേഷൻഷിപ്പ് ഡ്രാമയുടെ ലെയർ വരുന്നുണ്ട്, ഒരു ഇൻക്ലൂസിവിറ്റി, അതായത് എല്ലാവരെയും ഉൾക്കൊള്ളിക്കുക എന്നുള്ള ലെവലിലുള്ള ഒരു ലെയർ വരുന്നുണ്ട്. ഇതെല്ലാം കയറി വരുന്നത് ഫണ്ടമെൻ്റലി ഒരു സ്പോർട്സ് ഡ്രാമയുടെ ടെംപ്ലേറ്റിൻ്റെ അകത്തേക്കാണ്. ഇങ്ങനെ പല രീതിയിലുള്ള ലെയേഴ്സ് വളരെ സ്മൂത്ത് ആയിട്ട് ക്ലൈമാക്സിനടുത്തേക്ക് വരുമ്പോൾ എല്ലാം കൂടെ ഒത്തുചേർന്ന് വരുന്നു എന്നുള്ളതിലാണ് ഈ ലബ്ബർ പന്ത് എന്ന് പറയുന്ന സിനിമയുടെ ഒരു ഭംഗിയുള്ളത്. ചെറുതായിട്ടുള്ള സ്പോയിലേഴ്സ് ഉണ്ടാകും. അൻപ്, ഗെത്ത് ഇവർ രണ്ടുപേരുമാണ് ഈ സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട രണ്ട് കഥാപാത്രങ്ങൾ. രണ്ടുപേരും ക്രിക്കറ്റിനോട് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള രണ്ടാൾക്കാരാണ്. അട്ടക്കത്തി ദിനേശ് അവതരിപ്പിച്ചിട്ടുള്ള ഗെത്ത് എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ഭാര്യയ്ക്ക് ക്രിക്കറ്റ് എന്ന് പറയുന്ന കളിയോട് ഭയങ്കര ദേഷ്യമാണ്. ഇപ്പോൾ സിനിമയുടെ തുടക്കത്തിലൊരു സീനിൽ ഭാര്യ വന്നിട്ട് ക്രിക്കറ്റ് ഗ്രൗണ്ട് നശിപ്പിക്കുന്ന ഒരു സീന് വരെ കാണിക്കുന്നുണ്ട്. അത്രയ്ക്കും ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് ഗെത്ത് ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നത്. ഭാര്യയോട് കളിക്കാൻ പോകുന്നുണ്ട് എന്നുള്ള കാര്യം പറയാതെയാണ് ഗെത്ത് എപ്പോഴും ക്രിക്കറ്റ് കളിക്കാൻ പോകാറുള്ളത്. അതേസമയം അൻപ് ചെറുപ്പക്കാരനാണ്. പക്ഷേ അൻപിന് പ്രണയം തോന്നിയിട്ടുള്ളത് ഗെത്തിൻ്റെ മകളോടാണ്. പക്ഷേ അൻപും ഗെത്തും തമ്മിൽ ക്രിക്കറ്റ് ഫീൽഡിലുള്ള ബന്ധം അത്ര നല്ലതല്ല. ഈ രണ്ടുപേര് തമ്മിൽ ഗ്രൗണ്ടിലുള്ള ബന്ധം ബാക്കിയുള്ളവരുടെ ജീവിതത്തെയും ഇവരുടെ ജീവിതത്തെയും ഒക്കെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് ലബ്ബർ പന്ത് എന്ന് പറയുന്ന സിനിമയിൽ നമ്മൾ കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈഗോ ഡ്രിവൺ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇതിൻ്റെ മെയിൻ പരിപാടിയെങ്കിലും അതിലേക്ക് മാത്രം ഒതുങ്ങാൻ സിനിമ ഉദ്ദേശിക്കുന്നില്ല. രണ്ട് മെയിൻ ക്യാരക്ടേഴ്സിനെ കുറിച്ചും അത്യാവശ്യം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഓവർവ്യൂ തന്നെ നമുക്ക് തുടക്കത്തിൽ കിട്ടുന്നുണ്ട്. സിനിമയിലെ വേറൊരു രസകരമായ കാര്യം എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈഗോ ഡ്രിവൺ ആയിട്ടുള്ള ഇവരുടെ ഫൈറ്റിനെ കോയിൻസിഡൻ്റൽ ആയിട്ടുള്ള പല കാര്യങ്ങളും കൊണ്ടാണ് കൂടുതൽ ടൈറ്റായിട്ട് പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഒന്നും ഭയങ്കര ഫോഴ്സ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. വളരെ നാച്ചുറലായിട്ട് സംഭവിക്കുന്ന പല കാര്യങ്ങളിലും ഇവരുടെ ഈ ഈഗോ ഫൈറ്റിനെ കൂടുതൽ ടൈറ്റാക്കി കൊണ്ടുവരുന്ന പോലെ നമുക്ക് തോന്നും. സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഇൻ്റർവൽ ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും പരസ്പരം കൊമ്പ് കോർക്കുന്നിടത്തായിരിക്കുമെന്ന് ഊഹിക്കും. പക്ഷേ ആ പ്രെഡിക്റ്റബിലിറ്റീനെ ചെറുതായിട്ടൊന്ന് ട്വീക്ക് ചെയ്യാൻ സംവിധായകന് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇൻ്റർവെല്ലിലേക്ക് എത്തുന്ന സമയത്തേക്കും രണ്ടു പേർക്കും അവരുടെ ജീവിതം വേണോ ക്രിക്കറ്റ് വേണോ എന്ന് തീരുമാനിക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്ക്, അത് പരസ്പരമുള്ള റൈവലറി അവിടെ ഉണ്ട്, അതിനോടൊപ്പം തന്നെ ക്രിക്കറ്റ് വേണോ ജീവിതം വേണോ എന്നും കൂടി തീരുമാനിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഈ രണ്ട് ക്യാരക്ടേഴ്സും പോകുന്നുണ്ട്. ഈ ഒരു കോൺഫ്ലിക്റ്റ് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഹ്യൂമർ നല്ല രീതിയിൽ പ്ലേസ് ചെയ്യാൻ സിനിമേനെ സഹായിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈ ഡ്രമാറ്റിക് ആയിട്ടുള്ള എലിവേറ്റിംഗ് സീനുകളും സ്പോർട്സ് ഡ്രാമയിൽ നമ്മൾ കാണുന്ന പല സാധനങ്ങളും പിന്നെ അതിൻ്റെ കൂടെ ജാതി രാഷ്ട്രീയത്തിന് വളരെ സട്ടിലായിട്ട് പറയുകയും കൂടെ ചെയ്യുമ്പോൾ സിനിമയ്ക്ക് മൊത്തത്തിലൊരു കംപ്ലീറ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ സിനിമയുടെ ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ പലർക്കും ബ്ലൂ സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഈ കൊല്ലം തന്നെ ജനുവരിയിൽ ഇറങ്ങിയിട്ടുള്ള തമിഴ് സിനിമയായിട്ടൊരു തീമാറ്റിക്കലി സാമ്യം തോന്നാം. പക്ഷേ ബ്ലൂ സ്റ്റാർ കുറച്ചുകൂടെ ഒരു പൊളിറ്റിക്സ് പറയാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്തൊരു സിനിമ എന്നുള്ളൊരു ഫീലിംഗ് അതിനുണ്ട്. അതിൻ്റെ പൊളിറ്റിക്കൽ ലെയർ വളരെ എവിഡൻ്റ് ആണ്. പക്ഷേ ലബ്ബർ പന്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊളിറ്റിക്സ് പറയാൻ വേണ്ടി ഡിസൈൻ ചെയ്തൊരു സിനിമ എന്ന് നമുക്ക് ഒരിക്കലും തോന്നുന്നില്ല. ഒരു ക്യാരക്ടർ ഡ്രാമയുടെ ഒരു DNA ആണ് സിനിമയ്ക്ക് അൾട്ടിമേറ്റ്ലി ഉള്ളത്. ഇന്നവേ നമുക്ക് വേണമെങ്കിൽ പറയാം ഒരു പൊളിറ്റിക്കൽ ഫിലിമിനെ എങ്ങനെ എൻ്റർടൈനിങ് ആൻഡ് എൻഗേജിങ് ആയിട്ട് പാക്കേജ് ചെയ്യണമെന്നുള്ളതിന് നല്ലൊരു ഉദാഹരണമാണ് ലബ്ബർ പന്ത്. പാർഷ്യലി കോമിക്കലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ചില സീനുകളിലൂടെയാണ് ഇതിലെ പൊളിറ്റിക്സ് അവർ പറയുന്നത്. ഇതിലൊരു സീനുണ്ട്, ബാലസരവണൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം കാളി വെങ്കട്ടിൻ്റെ കഥാപാത്രത്തോട് പറയുന്നുണ്ട്, അനിയനെ പോലെ കാണുന്നു, അനിയനായിട്ട് കാണുന്നു. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ ഒരു വേർതിരിവുണ്ട്. ഇങ്ങനത്തെ കൊച്ചു സ്റ്റേറ്റ്മെൻറ്റിലൂടെയാണ് ഇത് പൊളിറ്റിക്സ് പറയാൻ ശ്രമിക്കുന്നത്. അല്ലാതെ വളരെ വേർബലായിട്ട് നമ്മുടെ മുഖത്തടിച്ച പോലെ ഒരു കാസ്റ്റ് പൊളിറ്റിക്സിനെ പറയാൻ നോക്കുന്നില്ല. കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞ് ഞാൻ സ്പോയിൽ ചെയ്യുന്നില്ല. പക്ഷേ ഒരു അയ്യപ്പനും കോശിയും മോഡലിലാണ് സിനിമ തുടങ്ങുമ്പോൾ നമുക്കൊരു ഫീലിംഗ് തരുന്നതെങ്കിലും ചുറ്റുമുള്ള കഥാപാത്രങ്ങളെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നല്ല കുറേ ലെയേഴ്സ് ആഡ് ചെയ്യാൻ ഈ സിനിമയ്ക്ക് പറ്റുന്നുണ്ട്. ടാൻ ചെയ്തിട്ടുള്ളൊരു ലുക്കിൽ വരുന്ന ഹരീഷ് കല്യാൺ പെർഫോമൻസിലൊരു സെൻസിബിൾ ആയിട്ടുള്ളൊരു പിച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ റൊമാൻസിൻ്റെ സീൻസിലാണെങ്കിലും ക്രിക്കറ്റ് കളിക്കുന്ന സീൻസിലാണെങ്കിലും കുറച്ച് റേജ് ഉള്ള സീൻസിലാണെങ്കിലും പിന്നീട് സെൻറ്റിമെൻ്റൽ ആയിട്ടുള്ള സ്ഥലത്തും എവിടെയും ആക്ടിംഗ് ഒന്നും വല്ലാതെ ലൗഡായിട്ട് മാറുന്നില്ല. അട്ടക്കത്തി ദിനേശ് ചെയ്തിട്ടുള്ള ഗെത്ത് എന്ന് പറയുന്ന ക്യാരക്ടർ വളരെ എക്സ്പ്രസീവായ ക്യാരക്ടറൊന്നുമല്ല. ആകെ ഒരു മൊമെൻറ്റിൽ മാത്രമേ അയാളുടെ കണ്ണിൽ കണ്ണീര് വരുന്നുള്ളൂ. ആ സീനിലൊക്കെ നല്ല രീതിയിലാണ് ആ ഒരു വൾണറബിലിറ്റി ദിനേശ് പെർഫോം ചെയ്തിട്ടുള്ളത്.
സ്വാസികയ്ക്ക് നല്ലൊരു റോളാണ് ഈ സിനിമയിൽ കിട്ടിയിട്ടുള്ളത്. ആ ക്യാരക്ടറിൻ്റെ ബോഡി ലാംഗ്വേജ് സ്വാസിക നല്ല എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഡബ്ബിങ് വേറെ ആരോ ആണ് ചെയ്തിട്ടുള്ളത്. അതുകൂടി ആകുമ്പോഴത്തേക്കും ക്യാരക്ടറിന് ഒരു പൂർണ്ണത കിട്ടുന്നുണ്ട്. എസ് ജെ സൂര്യ പ്രധാനപ്പെട്ട കഥാപാത്രമായിട്ട് വന്നിട്ടുണ്ടായിരുന്ന വദാന്തി എന്ന് പറയുന്ന വെബ് സീരീസിലെ ഒരു മെയിൻ റോള് ചെയ്തിരുന്ന സഞ്ജന കൃഷ്ണമൂർത്തിയാണ് ഇതിൽ വേറൊരു കഥാപാത്രത്തെ ചെയ്തിട്ടുള്ളത്. ഹരീഷ് കല്യാണിന് പെയറായിട്ടാണ് അവർ വരുന്നത്. ആൻഡ് വളരെ ചെറുപ്പി ആൻഡ് എനർജറ്റിക് ആയിട്ടുള്ള അമ്മയേക്കാൾ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ വേണമെന്ന് ക്ലാരിറ്റി ഉള്ളൊരു പെൺകുട്ടിയായിട്ട് സഞ്ജന നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ബാലസർവൻ തനിക്ക് കിട്ടിയിട്ടുള്ള കോമഡി സീൻസ് എല്ലാം ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. കോമഡി ടൈമിംഗ് നമ്മൾ ഒരുപാട് ചിരിപ്പിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിൽ. വളരെ ടിപ്പിക്കലായിട്ടുള്ള റൈസ് ഓഫ് ദി അണ്ടർഡോഗ് ടീം, ആ ഒരു സ്പോർട്സ് ടെംപ്ലേറ്റ് തന്നെയാണ് അൾട്ടിമേറ്റ്ലി ലബ്ബർ പന്ത്. പക്ഷേ ആ ടെംപ്ലേറ്റിൽ ആളുകൾ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങളെ അവർ ഓരോ പോയിന്റിൽ വെച്ചിട്ട് ട്വീക്ക് ചെയ്യുന്നുണ്ട്. മെയിൻ ക്യാരക്ടേഴ്സിന് അത്യാവശ്യം സോളിഡ് ആയിട്ടുള്ളൊരു ബാക്ക് സ്റ്റോറി കൊടുക്കുക, അവരെ ഇങ്ങനെ ഓപ്പോസിറ്റ് പിറ്റ് ചെയ്യുന്നതിന് പകരം സെയിം സൈഡിൽ വെക്കുക, ഒരു പൊളിറ്റിക്കൽ ലെയറിന് വളരെ സട്ടിലായിട്ടുള്ളൊരു പ്രാധാന്യം കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ പടത്തിൻ്റെ ഒരു DNA ടിപ്പിക്കൽ സ്പോർട്സ് ഡ്രാമയാണെങ്കിൽ കൂടിയും നമുക്ക് കാണുമ്പോൾ പുതുതായിട്ട് പലതും കണ്ടൊരു ഫീല് തരാൻ ലബ്ബർ പന്തിന് സാധിക്കുന്നുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ചെറിയ സീൻ ഉണ്ട് ഈ സിനിമയിൽ. ബാലസരവണൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം ജാതി വിവേചനത്തിനെ പറ്റി ഭയങ്കര ഘോരഘോരമായി സംസാരിക്കുന്നൊരു വ്യക്തിയാണ്. പക്ഷേ അതേ ആൾ തന്നെ വളരെ പാട്രിയാർക്കലായിട്ട് ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിമിനേഷനെ പറ്റി ഒരു പാട്രിയാർക്കൽ ടോണിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഹരീഷ് കല്യാൺ അതിനെ ചോദ്യം ചെയ്യുന്നത് വളരെ രസകരമായിട്ട് ഈ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതുപോലെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ അരോചകമാകാത്ത രീതിയിൽ കഥയിലെ സിറ്റുവേഷൻസിനനുസരിച്ചിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുന്ന പല സാധനങ്ങളിലും ചെറിയ ചെറിയ ട്വീക്കുകൾ കൊടുത്തിട്ട് നമ്മളെ എൻഗേജിങ് ആക്കി ത്രൂ ഔട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു മനോഹരമായ ചിത്രമാണ് ലബ്ബർ പന്ത്.